ഇൻസെപ്റ്റയുടെ ഈ വർഷത്തെ +2 ആദ്യത്തെ മാത്സ് ക്ലാസ്സിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ വർഷം നമുക്ക് പഠിക്കാനുള്ളത് 13 ചാപ്റ്റേഴ്സ് ആണ്. പല ചാപ്റ്റേഴ്സും കഴിഞ്ഞ വർഷം പഠിച്ചതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആണെന്ന് പറയാം. ഇന്ന് നമ്മൾ പോകുന്നത് 3ാമത്തെ ചാപ്റ്ററായ മെട്രിക്സിലേക്കാണ്. മെട്രിക്സ് എന്ന വേർഡ് ആദ്യമായി യൂസ് ചെയ്തത് 1850 ജെയിംസ് ജോസഫ് സിൽവസ്റ്റർ എന്ന ഇംഗ്ലീഷ് മാത്തമാറ്റീഷ്യൻ ആണ്. ഇത് ആദ്യമായി യൂസ് ചെയ്യുന്നത് ലീനിയർ ഇക്വേഷൻസിന്റെയും ലീനിയർ ട്രാൻസ്ഫോർമേഷന്റെയും പഠനത്തിന് വേണ്ടിയാണ്. എന്നാൽ ഇപ്പോൾ ഇത് സ്റ്റാറ്റിസ്റ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി, സൈക്കോളജി തുടങ്ങിയ മേഖലകളിൽ യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് ആദ്യം എന്താണ് മെട്രിക്സ് എന്ന് നോക്കാം. A matrix is an ordered rectangular array of numbers or functions. The numbers or functions are called the elements or the entries of the matrix. So matrix എന്ന് പറഞ്ഞാൽ എന്താ? നമ്പേഴ്സിന്റെ അല്ലെങ്കിൽ ഫങ്ഷൻസിന്റെ ഒരു റെക്ടാങ്കുലർ അറേ ആണ്. അതായത് നമ്പേഴ്സ് അല്ലെങ്കിൽ ഫങ്ഷൻസിനെ ഒരു റെക്ടാങ്കുലർ ഷേപ്പിൽ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് എന്ത് പറയുന്നത്? മെട്രിക്സ് എന്ന് പറയുന്നത്. ഈ നമ്പേഴ്സിനെ അല്ലെങ്കിൽ ഫംഗ്ഷൻസിനെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? എലമെന്റ്സ് അല്ലെങ്കിൽ എൻട്രീസ് ഓഫ് ദ മെട്രിക്സ് എന്നാണ് വിളിക്കുന്നത്. അപ്പൊ മെട്രിക്സ് എന്നാണ് മനസ്സിലായല്ലോ. മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്പേഴ്സിനെ അല്ലെങ്കിൽ ഫംഗ്ഷൻസിനെ ഒരു റെക്ടാങ്കുലർ ഷേപ്പിൽ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് എന്ത് പറയുന്നത്? മെട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇവിടെ നോക്കേ, ഒരു മെട്രിക്സിന്റെ ജനറൽ ഫോം ആണ് തന്നിരിക്കുന്നത്. ഒരു മെട്രിക്സ് നമ്മൾ എപ്പോഴും പേര് കൊടുക്കുമ്പോൾ ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിച്ചാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇവിടെ ക്യാപിറ്റൽ എ എന്ന ലെറ്റർ ഉപയോഗിച്ചാണ് ഈ മെട്രിക്സ് നമ്മൾ ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. ഇതിലെ ഓരോ ഫംഗ്ഷൻസ് നമ്മൾ എന്ത് വിളിക്കുന്നതാണ് പറഞ്ഞത്? എലമെന്റ്സ് അല്ലെങ്കിൽ എൻട്രീസ് എന്നാണ് വിളിക്കുന്നത്. നോക്കി, ഇവിടെ റെക്ടാങ്കുലർ ഷേപ്പിലാണ് ഓരോ ഫംഗ്ഷൻസ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ജനറൽ ഫോമിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് നമുക്കൊരു മെട്രിക്സിന്റെ ഓർഡർ എന്താണെന്ന് അറിയേണ്ടതുണ്ട്. നമുക്കൊരു മെട്രിക്സിന്റെ ഓർഡർ എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ഒരു മെട്രിക്സിന്റെ ഓർഡർ എഴുതുമ്പോൾ ആദ്യം നമ്മൾ അതിന്റെ റോയുടെ എണ്ണത്തെയും കോളത്തിന്റെ എണ്ണത്തെയും മനസ്സിലാക്കിയിരിക്കണം. റോ എന്ന് പറഞ്ഞാൽ എന്താ? ഇങ്ങനെ ഹൊറിസോണ്ടൽ ആയിട്ട് പോകുന്നതാണ് എന്ത് പറയുന്നത്? റോ എന്ന് പറയുന്നത്. കോളം എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ ആയിട്ട് പോകുന്നത്. അപ്പൊ റോ എന്ന് പറഞ്ഞാൽ എന്താ? ഹൊറിസോണ്ടൽ ആയിട്ട് പോകുന്നതും കോളം എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ ആയിട്ട് പോകുന്നതുമാണ്. ഓക്കെ. ഇഫ് എ മെട്രിക്സ് ഹാവിംഗ് m rows and n columns, ഒരു മെട്രിക്സിന് m റോയും n കോളവും ഉണ്ടെങ്കിൽ അതിന്റെ ഓർഡർ നമ്മൾ പറയുന്നത് m by n എന്നാണ്. നമ്മൾ എഴുതുമ്പോൾ m into n എന്നാണ് എഴുതുന്നതെങ്കിലും പറയുമ്പോൾ എന്ത് പറയണം? m by n. ഒരു മെട്രിക്സിന് m റോയും n കോളവും ഉണ്ടെങ്കിൽ അതിന്റെ ഓർഡർ എന്തായിരിക്കും? m by n ആയിരിക്കും. m എന്തിനെ ഡിനോട്ട് ചെയ്യുന്നു? നമ്പർ ഓഫ് റോസിനെയും n നമ്പർ ഓഫ് കോളംസിനെ ഡിനോട്ട് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു മെട്രിക്സിന് 2 റോയും 3 കോളവും ഉണ്ടെങ്കിൽ അതിന്റെ ഓർഡർ എന്തായിരിക്കും? ഒരു മെട്രിക്സിന് 2 റോയും 3 കോളവും ഉണ്ടെങ്കിൽ അതിന്റെ ഓർഡർ എന്തായിരിക്കും? 2 by 3 ആയിരിക്കും. 2 റോയും 3 കോളവും ഉള്ള മെട്രിക്സിന്റെ ഓർഡർ എന്താണ്? 2 by 3 ആണ്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ജനറൽ ഫോമിൽ നോക്കാം. ജനറൽ ഫോമിൽ ആദ്യത്തെ എലമെന്റ് നോക്കേ, A11 ആണ്. ഇതിൽ ആദ്യത്തെ 1 എന്ന് പറയുന്നത് റോയെയും രണ്ടാമത്തെ 1 എന്ന് പറയുന്നത് കോളത്തെയുമാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ A11 എന്ന് പറഞ്ഞാൽ എന്താ? ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് കോളത്തിന്റെ എലമെന്റ് ആണ് എന്ത്? A11 എന്ന് പറയുന്നത്. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ A12 എന്താണെന്ന് നോക്കേ. ആദ്യത്തെ 1 എന്താണ്? റോയെ ഡിനോട്ട് ചെയ്യുന്നു. 2 എന്താണ്? കോളത്തെ ഡിനോട്ട് ചെയ്യുന്നു. അപ്പൊ A12 എന്ന് പറഞ്ഞാൽ എന്താ? ഫസ്റ്റ് റോയിലെ സെക്കൻഡ് കോളത്തിന്റെ എലമെന്റ് ആണ് എന്ത്? A12. അങ്ങനെയാണെങ്കിൽ A21 എന്തായിരിക്കും? സെക്കൻഡ് റോയിലെ ഫസ്റ്റ് കോളത്തിലെ എലമെന്റ് ആണ് എന്ത്? A21. അങ്ങനെയാണെങ്കിൽ A1n എന്തായിരിക്കും? ഫസ്റ്റ് റോയിലെ എന്ത് കോളത്തിലെ എലമെന്റ് ആണ് എന്ത്? A1n എന്ന് പറയുന്നത്. അങ്ങനെ എത്ര എലമെന്റ് ഉണ്ട് ഇവിടെ? AMN വരെ ഉണ്ട്. അതായത് എന്ത് റോയിലെ എന്ത് കോളത്തിലെ എലമെന്റ് ആണ് എന്ത്? AMN എന്ന് പറയുന്നത്. അങ്ങനെ എത്ര റോ ഉണ്ട് ഇവിടെ? m റോയും ഉണ്ട്, n കോളവും ഉണ്ട്. m റോയും n കോളവും ഉള്ള ഒരു മെട്രിക്സിന്റെ ഓർഡർ എന്തായിരിക്കും? m by n ആയിരിക്കും. അപ്പൊ ഇതാണ് ഒരു മെട്രിക്സിന്റെ ജനറൽ ഫോം എന്ന് പറയുന്നത്. ഇനി നമുക്ക് സിമ്പിൾ ആയിട്ട് AIJ എന്ന് എഴുതാം. I എന്ന് പറയുന്നത് റോയെയും j എന്ന് പറയുന്നത് കോളത്തെയുമാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? മെട്രിക്സ് എന്താണെന്ന് പറഞ്ഞു, ഒരു മെട്രിക്സിന്റെ ഓർഡർ എന്താണെന്ന് പറഞ്ഞു, അതിന്റെ ജനറൽ ഫോം പറഞ്ഞു. ഇത്രയും ക്ലിയർ ആയല്ലോ? ഓക്കെ അല്ലേ? ഇനി നമുക്ക് പഠിക്കാനുള്ള ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെട്രിക്സിനെ കുറിച്ചാണ്. അതിൽ ആദ്യത്തെന്ന് പറയുന്നത് കോളം മെട്രിക്സ് ആണ്. ആ പേരിൽ നിന്ന് നമുക്ക് കിട്ടും. എന്താണ് കോളം മെട്രിക്സ്? ഇഫ് എ മെട്രിക്സ് ഹാവിംഗ് ഓൺലി 1 കോളം, ഒരു മെട്രിക്സിന് ഒരേ ഒരു കോളമേ ഉള്ളൂവെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും? കോളം മെട്രിക്സ് എന്ന് വിളിക്കും. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. A equal to matrix 1, 2, 3. നോക്കിക്കേ, ഇതിന്
ഒരു കോളം മാത്രമേ ഉള്ളൂ. ഒരു കോളം മാത്രമേ ഉള്ളെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും? കോളം മെട്രിക്സ് എന്ന് വിളിക്കും. രണ്ടാമത്തത് റോ മെട്രിക്സ് ആണ്. കോളം മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കോളം മാത്രമേ ഉള്ളെങ്കിൽ അതെന്താണ്? കോളം മെട്രിക്സ്. അങ്ങനാണെങ്കിൽ റോ മെട്രിക്സ് എന്തായിരിക്കും? ഇഫ് എ മെട്രിക്സ് ഹാവിംഗ് ഓൺലി വൺ റോ, ഒരു റോ മാത്രമേ ഉള്ളെങ്കിൽ അതിനെ എന്ത് വിളിക്കും? റോ മെട്രിക്സ് എന്ന് വിളിക്കും. അതിന്റെ എക്സാമ്പിൾ നോക്കാം. ബി ഈക്വൽ ടു മെട്രിക്സ് 2 4 5. നോക്കേ, ഇതിന് ഒരു റോ മാത്രമേ ഉള്ളൂ. ഒരു റോ മാത്രമേ ഉള്ളെങ്കിൽ അതെന്താണ്? റോ മെട്രിക്സ് ആണ്. ഇനി മൂന്നാമത്തെന്ന് പറയുന്നത് സ്ക്വയർ മെട്രിക്സ്. സ്ക്വയർ എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം. എന്താ സ്ക്വയർ എന്ന് പറഞ്ഞാൽ? സ്ക്വയറിന് 4 സൈഡ് ഉണ്ട്. 4 സൈഡും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. പക്ഷെ മെട്രിക്സ് സൈഡ് ആണോ? പിന്നെന്താ ഉള്ളത്? റോയും കോളമോ. അപ്പൊ റോയും കോളവും ഈക്വൽ ആണെങ്കിൽ എന്തായിരിക്കും? സ്ക്വയർ മെട്രിക്സ് ആയിരിക്കും. ഇഫ് എ മെട്രിക്സ് ഹാവിംഗ് ഈക്വൽ നമ്പർ ഓഫ് റോസ് ആൻഡ് കോളംസ്, റോയുടെ എണ്ണവും കോളത്തിന്റെ എണ്ണവും സെയിം ആണെങ്കിൽ അതിനെ എന്ത് വിളിക്കാം? സ്ക്വയർ മെട്രിക്സ് എന്ന് വിളിക്കാം. എക്സാമ്പിൾ C equal to matrix 2 4 5 6. ഇവിടെ നോക്കിക്കേ, ഇവിടെ എത്ര റോ ഉണ്ട്? 1 2. 2 റോ ഉണ്ട്. എത്ര കോളം ഉണ്ട്? 1 2. 2 കോളം ഉണ്ട്. അപ്പൊ ഇവിടെ റോയുടെ എണ്ണവും കോളത്തിന്റെ എണ്ണം എന്താണ്? സെയിം ആണ്. റോയുടെ എണ്ണവും കോളത്തിന്റെ എണ്ണവും സെയിം ആണെങ്കിൽ അതിനെ എന്ത് വിളിക്കാം? സ്ക്വയർ മെട്രിക്സ് എന്ന് വിളിക്കാം. അടുത്തത് ഡയഗണൽ മെട്രിക്സ് ആണ്. ഡയഗണൽ മെട്രിക്സ് എന്ന് പറയുമ്പോൾ ഇഫ് എ സ്ക്വയർ മെട്രിക്സ് ഹാവിംഗ്, ഡയഗണൽ മെട്രിക്സ് എന്ന് പറയുന്നത് സ്ക്വയർ മെട്രിക്സ് ആണ്. ഇഫ് എ സ്ക്വയർ മെട്രിക്സ് ഹാവിംഗ് ഓൾ ഇറ്റ്സ് നോൺ ഡയഗണൽ എൻട്രീസ് 0, സ്ക്വയർ മെട്രിക്സിന്റെ നോൺ ഡയഗണൽ എൻട്രീസ് എല്ലാം 0 ആണെങ്കിൽ അതിനെ എന്ത് വിളിക്കും? ഡയഗണൽ മെട്രിക്സ് എന്ന് വിളിക്കും. ഒരു എക്സാമ്പിൾ എഴുതുമ്പോൾ മനസ്സിലാവും. എക്സാമ്പിൾ നോക്കുക. ഡി ഈക്വൽ ടു മെട്രിക്സ് 2 0 0, ഫസ്റ്റ് റോ. സെക്കൻഡ് റോ 0 5 0, തേർഡ് റോ 0 0 6. ഇതൊരു സ്ക്വയർ മെട്രിക്സ് ആണ്. ഇതിന്റെ റോയും ഇവിടെ എത്ര റോ ഉണ്ട്? 3 റോ ഉണ്ട്. എത്ര കോളം ഉണ്ട്? 3 കോളം ഉണ്ട്. റോയുടെ എണ്ണം കോളത്തിന്റെ എണ്ണം സെയിം ആണ്. അതുകൊണ്ട് എന്താ? സ്ക്വയർ മെട്രിക്സ് ആണ്. പക്ഷെ നമ്മൾ എന്താണ് പറഞ്ഞത്? ഡയഗണൽ മെട്രിക്സ് ആണ്. ഇതിന്റെ മെയിൻ ഡയഗണൽ എന്ന് പറയുന്നത് ഇതാണ്. ഒരു സ്ക്വയർ മെട്രിക്സിന്റെ മെയിൻ ഡയഗണൽ എന്ന് പറയുന്നത് എന്താണ്? ഇതാണ്. അപ്പൊ ഡയഗണൽ എലമെന്റ് ഒഴികെയുള്ള ബാക്കി എല്ലാ എലമെന്റും 0 ആണെങ്കിൽ അതിനെ എന്ത് വിളിക്കാം? ഡയഗണൽ മെട്രിക്സ് എന്ന് വിളിക്കാം. മനസ്സിലായോ? ഡയഗണൽ എലമെന്റ് ഒഴികെയുള്ള ബാക്കി എല്ലാ എലമെന്റും 0 ആണെങ്കിൽ എന്തായിരിക്കും? ഡയഗണൽ മെട്രിക്സ് ആയിരിക്കും. അടുത്തത് സ്കെയിലാർ മെട്രിക്സ്. ഇതുപോലെ തന്നെയാണ്. ഇഫ് എ സ്ക്വയർ മെട്രിക്സ് ഹാവിംഗ് ഓൾ നോൺ ഡയഗണൽ എൻട്രീസ് 0, അതിന്റെ നോൺ ഡയഗണൽ എൻട്രീസ് എല്ലാം എന്തായിരിക്കും? 0 ആയിരിക്കും. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. അതിന്റെ ഡയഗണൽ എലമെന്റ് ഈക്വൽ ആയിരിക്കണം. ഈക്വൽ ഡയഗണൽ എലമെന്റ് ആണെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? സ്കെയിലാർ മെട്രിക്സ് എന്ന് വിളിക്കാം. എക്സാമ്പിൾ നോക്കുക. ഇ ഈക്വൽ ടു ഫസ്റ്റ് റോ 2 0 0, സെക്കൻഡ് റോ 0 2 2, സോറി 0 2 0, തേർഡ് റോ 0 0 2. ഇവിടുത്തെ മെയിൻ ഡയഗണൽ എന്താ? മെയിൻ ഡയഗണൽ എല്ലാ എലമെന്റും 2 ആണ്. സെയിം എലമെന്റ് ആണ്. ബാക്കി എല്ലാ എലമെന്റും എന്താ? 0 ആണ്. ഇപ്പൊ സ്കെയിലാർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? മെയിൻ ഡയഗണൽ എലമെന്റ് എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. ബാക്കി എല്ലാ എലമെന്റും 0 ആണെങ്കിൽ അതിനെ എന്ത് വിളിക്കാം? സ്കെയിലാർ മെട്രിക്സ് എന്ന് വിളിക്കാം. സ്കെയിലാർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? ഡയഗണൽ മെട്രിക്സ് തന്നെയാണ്. ഒരേ ഒരു വ്യത്യാസമുള്ള എന്താ? അതിന്റെ ഡയഗണൽ എലമെന്റ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. അടുത്തതെന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. ഐഡന്റിറ്റി മെട്രിക്സ്. ഐഡന്റിറ്റി മെട്രിക്സ് എന്ന് പറഞ്ഞാലും ഇതുപോലെ തന്നെ ഇഫ് എ സ്ക്വയർ മെട്രിക്സ് ഹാവിംഗ് ഓൾ ഇറ്റ്സ് നോൺ ഡയഗണൽ എൻട്രീസ് 0, അതിന്റെയും നോൺ ഡയഗണൽ എൻട്രീസ് എന്തായിരിക്കും? 0 ആയിരിക്കും. പക്ഷേ അതിനും ഒരു കണ്ടീഷൻ ഉണ്ട്. അതിന്റെ ഡയഗണൽ എലമെന്റ് യൂണിറ്റി ആയിരിക്കണം. യൂണിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? 1 ആയിരിക്കണം. നോക്കുക. ഐഡന്റിറ്റി മെട്രിക്സിനെ I എന്ന ലെറ്റർ ആണ് ഡിനോട്ട് ചെയ്തത്. ക്യാപിറ്റൽ I ഈക്വൽ ടു ഫസ്റ്റ് റോ 1 0 0, സെക്കൻഡ് റോ 0 1 0, തേർഡ് റോ 0 0 1. ഇവിടെ നോക്കി. ഇതിന്റെ മെയിൻ ഡയഗണൽ എന്താ? എല്ലാം 1 തന്നെയാണ്. ബാക്കി എല്ലാ എലമെന്റും എന്താ? 0. അപ്പൊ ഡയഗണൽ എലമെന്റ് 1 ആയിരിക്കണം. ബാക്കി എല്ലാ എലമെന്റും 0 ആണെങ്കിൽ അതിനെ എന്ത് വിളിക്കാം? ഐഡന്റിറ്റി മെട്രിക്സ് എന്ന് വിളിക്കാം. അപ്പൊ ഒന്നുകൂടെ നോക്കുക. ഡയഗണൽ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ ഡയഗണൽ എലമെന്റ് ഒഴികെയുള്ള ബാക്കി എലമെന്റ് എല്ലാം എന്തായിരിക്കും? 0 ആയിരിക്കും. പക്ഷെ സ്കെയിലാർ മെട്രിക്സ് എന്ന് പറഞ്ഞാലോ അതിന്റെ ഡയഗണൽ എലമെന്റ് എല്ലാം എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. ബാക്കി എല്ലാ എലമെന്റും എന്തായിരിക്കും? 0 ആയിരിക്കും. പക്ഷെ ഐഡന്റിറ്റി എലമെന്റ് എന്ന് പറഞ്ഞാൽ ഡയഗണൽ എലമെന്റ് എല്ലാം എന്തായിരിക്കും? 1 ആയിരിക്കണം. ബാക്കി എല്ലാ എലമെന്റും
സീറോ ആയിരിക്കും. ഇനി ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് സീറോ മെട്രിക്സ് ആണ്. ആ പേരിൽ നിന്നെല്ലാം കിട്ടും. സീറോ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാ എലമെന്റും, ഓൾ എലമെന്റ്സ് ആർ സീറോ, എല്ലാ എലമെന്റും സീറോ ആണെങ്കിൽ അതിനെ എന്ത് വിളിക്കും? സീറോ മെട്രിക്സ് എന്ന് വിളിക്കും. അപ്പൊ ഇത് മനസ്സിലായല്ലോ. ആദ്യത്തെ എന്താ നമ്മൾ പറഞ്ഞത്? കോളം മെട്രിക്സ്. ഒരു കോളം മാത്രമേ ഉള്ള എന്താ? കോളം മെട്രിക്സ്. രണ്ടാമത് എന്താ പറഞ്ഞത്? റോ മെട്രിക്സ്. ഒരു റോ മാത്രമേ ഉള്ളെങ്കിൽ അത് റോ മെട്രിക്സ്. മൂന്നാമത്തത് സ്ക്വയർ മെട്രിക്സ്. സ്ക്വയർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? റോയുടെ എണ്ണവും കോളത്തിന്റെ എണ്ണവും സെയിം ആണെങ്കിൽ അത് എന്തായിരിക്കും? സ്ക്വയർ മെട്രിക്സ് ആയിരിക്കും. നാലാമത് എന്താ പറഞ്ഞത്? ഡയഗണൽ മെട്രിക്സ്. ഡയഗണൽ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ മെയിൻ ഡയഗണൽ ഒഴികെയുള്ള ബാക്കി എലമെന്റ് എല്ലാം എന്തായിരിക്കും? സീറോ ആയിരിക്കും. അടുത്തത് സ്കെയിലാർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ ഡയഗണൽ എലമെന്റ് എല്ലാം എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. ബാക്കി എല്ലാ എലമെന്റും എന്തായിരിക്കും? സീറോ ആയിരിക്കും. അടുത്തത് ഐഡന്റിറ്റി മെട്രിക്സ്. ഐഡന്റിറ്റി മെട്രിക്സ് ഇമ്പോർട്ടന്റ് ആണ്. അതിന് നമ്മൾ ഐ എന്ന ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്തത്. ഐഡന്റിറ്റി മെട്രിക്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഡയഗണൽ എലമെന്റ് എല്ലാം എന്തായിരിക്കണം? 1 ആയിരിക്കണം. ബാക്കി എല്ലാ എലമെന്റും എന്തായിരിക്കും? സീറോ ആയിരിക്കും. ലാസ്റ്റ് വൺ പറഞ്ഞത് എന്താ? സീറോ മെട്രിക്സ്. എല്ലാ എലമെന്റും സീറോ ആണെങ്കിൽ അത് സീറോ മെട്രിക്സ് ആയിരിക്കും. ഓക്കെ അല്ലേ? ക്ലിയർ ആയോ? ഇവിടെ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലേ? ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് ഈ മെട്രിക്സിനെല്ലാം ഓർഡർ ഒന്ന് നോക്കാം. ഒന്നാമത്തെ മെട്രിക്സ് നോക്കിയാൽ ഇവിടെ ഓർഡർ എഴുതണമെങ്കിൽ എന്ത് വേണമെന്ന് പറഞ്ഞാൽ ആദ്യം റോയും രണ്ടാമത് കോളത്തിന്റെ എണ്ണം അറിയണം. ഫസ്റ്റ് മെട്രിക്സ് നോക്കി ഇവിടെ എത്ര റോ ഉണ്ട്? 1, 2, 3. എത്ര റോ ഉണ്ട്? 3 റോ ഉണ്ട്. അപ്പൊ 3. എത്ര കോളം ഉണ്ട്? ഒറ്റൊരു കോളം ഉണ്ട്. അപ്പൊ ഇതിന്റെ ഓർഡർ എന്തായിരിക്കും? 3/1. ക്ലിയർ അല്ലേ? രണ്ടാമത് നോക്കാം. ഇവിടെ എത്ര റോ ഉണ്ട്? ഒറ്റൊരു റോ മാത്രമേ ഉള്ളൂ. പക്ഷെ എത്ര കോളം ഉണ്ട്? 1, 2, 3. 3 കോളം ഉണ്ട്. ഒരു റോയും 3 കോളം ഉണ്ടെങ്കിൽ അതിന്റെ ഓർഡർ എന്താ? 1/3. ശരിയല്ലേ? അടുത്ത നോക്കാം. ഇവിടെ എത്ര റോ ഉണ്ട്? 1, 2, 1, 2. 2 റോയും എത്ര കോളം ഉണ്ട്? 1, 2. 2 കോളം. അപ്പൊ ഇതിന്റെ ഓർഡർ എന്താ? 2/2. ക്ലിയർ ആയില്ലേ? അടുത്ത നോക്കി. ഇവിടെ എത്ര റോ ഉണ്ട്? 1, 2, 3. 3 റോ ഉണ്ട്. അപ്പൊ 3. എത്ര കോളം ഉണ്ട്? 1, 2, 3. 3 കോളം. അപ്പം ഇതിന്റെ ഓർഡർ 3/3. അതുപോലെ ഇതും 3/3 ആണ്. ഓക്കെ അല്ലേ? ഇപ്പൊ മെട്രിക്സിന്റെ ഓർഡർ എഴുതാൻ മനസ്സിലായല്ലോ. ആദ്യം റോയുടെ എണ്ണോ പിന്നെ കോളത്തിന്റെ എണ്ണം നോക്കണം. ഫസ്റ്റ് നമുക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. ഒരു മെട്രിക്സിന്റെ ഓർഡർ 3/1 ആണെങ്കിൽ അതിൽ എത്ര എലമെന്റ് ഉണ്ട്? നമുക്ക് ഈ മെട്രിക്സ് തന്നിട്ടില്ല, തരാതെ ഒരു ഓർഡർ മാത്രം. ഒരു മെട്രിക്സിന്റെ ഓർഡർ 3/1 ആണെങ്കിൽ അതിൽ എത്ര എലമെന്റ് ഉണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. റോയും കോളും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? മെട്രിക്സിലെ എലമെന്റ് എണ്ണം കിട്ടും. മെട്രിക്സിന്റെ ഓർഡർ 3/1 ആണെങ്കിൽ അത് എത്ര മെട്രിക്സ് ഉണ്ടാവും? 3 × 1 3. 3 എലമെന്റ് ഉണ്ടാവും. 1, 2, 3. 3 എലമെന്റ്. കറക്റ്റ് അല്ലേ? രണ്ടാമത് നോക്കേ. ഒരു മെട്രിക്സ് ഓർഡർ 1/3 ആണെങ്കിൽ അത് എത്ര എലമെന്റ് ഉണ്ടാവും? 1 × 3 3. എത്ര എലമെന്റ് ഉണ്ട്? 1, 2, 3. കറക്റ്റ് അല്ലേ? അടുത്ത് നോക്കേ. ഒരു മെട്രിക്സ് ഓർഡർ 2/2 ആണെങ്കിൽ എത്ര എലമെന്റ് ഉണ്ടാവും? 2 × 2 4. 4 എലമെന്റ് ഉണ്ടാവും. 1, 2, 3, 4. കറക്റ്റ് അല്ലേ? 4 എലമെന്റ്. അടുത്ത നോക്കേ. ഒരു മെട്രിക്സിന്റെ ഓർഡർ 3/3 ആണെങ്കിൽ അതിൽ എത്ര എലമെന്റ് ഉണ്ടാവും? 3 × 3 9. 9 എലമെന്റ് ഉണ്ടാവും. കറക്റ്റ് ആണോ നോക്കിയാ? 1, 2, 3, 4, 5, 6, 7, 8, 9. 9 എലമെന്റ്. മനസ്സിലായോ? ഒരു മെട്രിക്സിന്റെ ഓർഡർ എന്നാൽ എലമെന്റ് എങ്ങനെ എഴുതുന്നത് മനസ്സിലായല്ലോ. ഇത്രയും ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? ഇതുവരെ പറഞ്ഞെല്ലാം മനസ്സിലായല്ലോ. മെട്രിക്സിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. ഇനി നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകണം. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഇൻ ദ മെട്രിക്സ്, ഇവിടെ ഒരു മെട്രിക്സ് വന്നിട്ടുണ്ട്. ഫസ്റ്റ് റോ 2, 5, 19, -7. സെക്കൻഡ് റോ 35, -2, 5/2, 12. തേർഡ് റോ √3, 1, -5, 17. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. റൈറ്റ് ദ ഓർഡർ ഓഫ് ദ മെട്രിക്സ്. ഈ മെട്രിക്സിന്റെ ഓർഡർ എഴുതാനാണ്. ഈ മെട്രിക്സിന്റെ ഓർഡർ എങ്ങനെ എഴുതും? ആദ്യം എന്തറിയണം? നമ്പർ ഓഫ് റോസ് അറിയണം. എത്ര റോ ഉണ്ട് ഈ മെട്രിക്സിന്? 1, 2, 3. എത്ര റോ ഉണ്ട് ഈ മെട്രിക്സിന്? 3 റോ ഉണ്ട്. എത്ര കോളം ഉണ്ട്? 1, 2, 3, 4. 4 കോളം. അപ്പൊ 3 റോയും 4 കോളമുള്ള മെട്രിക്സിന്റെ ഓർഡർ എന്തായിരിക്കും? 3/4 ആയിരിക്കും. കറക്റ്റ് അല്ലേ? 3 റോയും 4 കോളമുള്ള മെട്രിക്സിന്റെ ഓർഡർ എന്തായിരിക്കും? 3/4 ആയിരിക്കും. ഈ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിയേ. ദ നമ്പർ ഓഫ് എലമെന്റ്സ്. ഈ മെട്രിക്സിൽ എത്ര എലമെന്റ് ഉണ്ടെന്നാണ്. നമുക്കിവിടെ മെട്രിക്സ് തന്നിരിക്കുന്നതുകൊണ്ട് എണ്ണി നോക്കിയാൽ എലമെന്റ് കിട്ടും. അല്ലെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കും? ഇതിന്റെ ഓർഡർ 3/4 ആണെങ്കിൽ നമ്പർ ഓഫ് എലമെന്റ്സ് കാണുന്നത് എങ്ങനെ? രണ്ടും കൂടെ എന്ത് ചെയ്താൽ മതി? മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 3 × 4 എത്ര? 12. അപ്പൊ ഇതിൽ എത്ര എലമെന്റ് ഉണ്ടായിരിക്കും? 12 എലമെന്റ്സ് ഉണ്ടായിരിക്കും. കറക്റ്റ് അല്ലേ? ഓക്കെ അല്ലേ? ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ദ എലമെന്റ്സ് A13
A13 എന്ന് പറഞ്ഞാൽ എന്താ? ഫസ്റ്റ് നമ്പർ എന്തിനാ ഡിനോട്ട് ചെയ്യുന്നത്? റോയെ. സെക്കൻഡ് നമ്പർ എന്തിനാ ഡിനോട്ട് ചെയ്യുന്നത്? കോളത്തെ. അപ്പൊ A13 എന്ന് പറഞ്ഞാൽ എന്താ? ഫസ്റ്റ് റോയിലെ മൂന്നാമത്തെ കോളത്തിലെ എലമെന്റ് ഏതാണെന്ന് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് റോയിലെ മൂന്നാമത്തെ കോളത്തിലെ എലമെന്റ്. ഫസ്റ്റ് റോ ഏതാ? ഇതല്ലേ ഫസ്റ്റ് റോ. മൂന്നാമത്തെ കോളം പറയുമ്പോ ഏതാ? 1 2 3 ഇതല്ലേ. ഇപ്പൊ ഫസ്റ്റ് റോയിലെ മൂന്നാമത്തെ കോളത്തിലെ എലമെന്റ് ഏതാ? 19 അല്ലേ. അപ്പൊ A13 എന്തായിരിക്കും? 19 ആയിരിക്കും. കറക്റ്റ് അല്ലേ? ഇനി അടുത്തത് നോക്കേ. A21 എന്ന് പറഞ്ഞാൽ എന്താ? സെക്കൻഡ് റോയിലെ ഫസ്റ്റ് കോളത്തിലെ എലമെന്റ്. സെക്കൻഡ് റോ ഏതാ? ഇതല്ലേ. സെക്കൻഡ് റോയിലെ ഫസ്റ്റ് കോളം ഏതാ? ഇതല്ലേ. ഇപ്പൊ സെക്കൻഡ് റോയിലെ ഫസ്റ്റ് കോളത്തിലെ എലമെന്റ് ഏതായിരിക്കും? 35 അല്ലേ. സെക്കൻഡ് റോയിലെ ഫസ്റ്റ് കോളത്തിലെ എലമെന്റ് ഏതാണ്? 35. അപ്പൊ A21 ഈക്വൽ ടു 35. മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. A33 എന്ന് പറഞ്ഞാൽ എന്താ? തേർഡ് റോയിലെ തേർഡ് കോളത്തിലെ എലമെന്റ്. തേർഡ് റോ ഏതാ? 1 2 3 ഇതല്ലേ തേർഡ് റോ. തേർഡ് റോയിലെ തേർഡ് കോളം ഏതാ? 1 2 3 ഇതല്ലേ തേർഡ് കോളം. തേർഡ് റോയിലെ തേർഡ് കോളത്തിലെ എലമെന്റ് ഏതാ? -5 അല്ലേ. അപ്പൊ A33 എന്താ? -5. മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യൻ എന്താ? A24 എന്ന് പറഞ്ഞാൽ എന്താ? സെക്കൻഡ് റോയിലെ ഫോർത്ത് കോളത്തിലെ എലമെന്റ്. സെക്കൻഡ് റോയിലെ ഫോർത്ത് കോളത്തിലെ എലമെന്റ്. സെക്കൻഡ് റോ ഇതല്ലേ. ഫോർത്ത് കോളം ഏതാ? 1 2 3 4 ഇതല്ലേ. സെക്കൻഡ് റോയിലെ ഫോർത്ത് കോളത്തിലെ എലമെന്റ് ഏതാ? 12 അല്ലേ. അപ്പൊ A24 എന്ന് പറയുന്നത് എന്താ? 12. അടുത്തത് എന്താ ക്വസ്റ്റ്യൻ? A23 എന്ന് പറഞ്ഞാൽ എന്താ? സെക്കൻഡ് റോയിലെ തേർഡ് കോളത്തിലെ എലമെന്റ്. സെക്കൻഡ് റോ ഏതാ? ഇതല്ലേ. തേർഡ് കോളം ഏതാ? ഇതല്ലേ. അപ്പൊ സെക്കൻഡ് റോയിലെ തേർഡ് കോളത്തിലെ എലമെന്റ് ഏതാ? 5/2 അല്ലേ. അപ്പൊ A23 എന്ന് പറഞ്ഞാൽ എന്താ? 5/2. മനസ്സിലായല്ലേ? മനസ്സിലായോ? എന്തേലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി. നെക്സ്റ്റ് ക്ലാസ് ക്ലിയർ ചെയ്യുന്നതായിരിക്കും. ഇത് കൃത്യമായിട്ട് നോക്കുക. ഓക്കെ അല്ലേ? ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. If a matrix has 24 elements, what are the possible orders it can have? ഒരു മെട്രിക്സിന് 24 എലമെന്റ് ഉണ്ടെങ്കിൽ അതിന്റെ പോസിബിൾ ഓർഡേഴ്സ് ഏതൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ. നമ്മളൊരു മെട്രിക്സിന്റെ ഓർഡർ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? അതിന്റെ റോയുടെയും കോളത്തിന്റെ എണ്ണം അറിയണം. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ എന്താന്നിരിക്കുന്നത്? ഒരു മെട്രിക്സിന്റെ എലമെന്റ് എണ്ണമാണ്. ഓർഡർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എലമെന്റ് എണ്ണം കിട്ടും. അപ്പൊ റോയും കോളങ്ങളും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? നമുക്ക് എലമെന്റ് എണ്ണം കിട്ടും. ഇവിടെ എലമെന്റ് എണ്ണം 24 തന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഓർഡേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കും? 24ന്റെ ഫാക്ടേഴ്സ് എടുത്താൽ മതി. അല്ലെങ്കിൽ ഏതൊക്കെ നമ്പർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 24 കിട്ടുമെന്ന് നോക്കിയാൽ മതി. അപ്പൊ ഏതൊക്കെ നമ്പർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 24 കിട്ടും? ആദ്യം നമ്മളെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് എന്താ? 1 × 24. ഫസ്റ്റ് ഓർഡർ എന്തായിരിക്കും? 1/24. കറക്റ്റ് അല്ലേ? 24 എലമെന്റ് ഉണ്ടെങ്കിൽ അതിന്റെ ഫസ്റ്റ് ഓർഡർ എന്തായിരിക്കും? 1/24. 1 × 24 24 അല്ലേ. തിരിച്ച് നമുക്ക് എങ്ങനെ എഴുതാം? 24 × 1 എന്ന് എഴുതിക്കൂടെ? അപ്പോൾ 24 എലമെന്റ് അല്ലേ. 24 × 1 24 അല്ലേ. അപ്പോൾ എത്ര എലമെന്റ് ഉണ്ട്? 24 എലമെന്റ് ഉണ്ട്. ഇനി ഏത് വരും? ഇനി 24 രണ്ട് നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 24 കിട്ടുന്ന ഏതൊക്കെയാ? 6 × 4 വരും. 6 × 4 24 അല്ലേ. തിരിച്ച് നമുക്ക് എങ്ങനെ എഴുതാം? 4 × 6 എന്ന് എഴുതിയാലും എന്താ? 24 തന്നെ. ഇനി ഏതുണ്ട്? 3 × 8 ഉണ്ട്. 3 × 8 24 അല്ലേ. തിരിച്ച് നമുക്ക് 8 × 3 എന്ന് എഴുതിയാലും എന്ത് തന്നെ? 24 തന്നെ. ഇനി ഏതുണ്ട്? 2 × 12 ഉണ്ട്. 2 × 12 എന്ന് പറഞ്ഞാലും എന്താ? 24 ആണ്. തിരിച്ച് 12 × 2 എന്ന് പറഞ്ഞാലും എന്താ? 24. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? നമുക്ക് മെട്രിക്സ് 24 എലമെന്റ് ഉണ്ടെങ്കിൽ അതിന്റെ പോസിബിൾ ഓർഡേഴ്സ് എന്തൊക്കെയാണെന്നാണ്. എലമെന്റ് എണ്ണം എന്ന ഓർഡർ കാണുന്ന എങ്ങനെ? റോയുടെ എണ്ണവും കോളത്തിന്റെ എണ്ണവും കണ്ടുപിടിക്കണം. അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടണം? ആ എലമെന്റിന്റെ എണ്ണം കിട്ടണം. ഇവിടെ എലമെന്റ് എണ്ണം 24 ആണ്. അപ്പം ആദ്യത്തെ ഓർഡർ എന്താ? 1/24. 1 × 24 24 തന്നെ. തിരിച്ച് നമുക്ക് 24ന്റെ 1 എന്ന് എഴുതിയാലും 24 ആണ്. അടുത്ത് നോക്കിയാൽ 6 × 4 24 ആണ്. 4 × 6 അതും 24 ആണ്. അടുത്തത് 3 × 8 24 ആണ്. 8 × 3 24 ആണ്. അടുത്തത് 2 × 12 24 ആണ്. 12 × 2 അതും 24 ആണ്. അപ്പൊ നമുക്ക് ഇത്രയും ഓർഡർ ഈ ക്വസ്റ്റ്യനിൽ കിട്ടും.
24 എലമെന്റ് ഉള്ള ഒരു മെട്രിക്സിന്റെ പോസിബിൾ ഓർഡേഴ്സ് ആണ് എഴുതിയിരിക്കുന്നത്. ഇതിന്റെ കൂടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, നോക്കിയേ. വാട്ട് ഈഫ് ഇറ്റ് ഹാസ് 13 എലമെന്റ്സ്? 13 എലമെന്റ് ആണെങ്കിലോ, ആ മെട്രിക്സിന് 13 എലമെന്റ് ആണെങ്കിൽ അതിന് എത്ര ഓർഡേഴ്സ് വരാമെന്നാണ്. 13 എലമെന്റ് ആണെങ്കിൽ ഏതൊക്കെ നമ്പർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 13 കിട്ടും? 1ഉം 13 മാത്രമേ ഉള്ളൂ. വേറെ ഏതെങ്കിലും നമ്പർ മൾട്ടിപ്ലൈ ചെയ്താൽ 13 കിട്ടും? ഇല്ല. അപ്പൊ അതിന് എത്ര ഓർഡർ വരും? 2 ഓർഡർ വരും. ഏതൊക്കെയാ? 1/13ഉം 13/1ഉം. കറക്റ്റ് അല്ലേ? മനസ്സിലായോ? ക്ലിയർ അല്ലേ? ഇവിടെ നോക്കിക്കേ, ഇവിടെ ഫസ്റ്റ് 24 എലമെന്റ് ഉള്ള മെട്രിക്സിന്റെ ഫസ്റ്റ് ഓർഡർ നമ്മൾ എടുക്കുന്നത് 1/24 എന്നാണ്. ഇവിടെ എത്ര റോ ഉണ്ട്? ഒരു റോ ഉള്ളു. ഒരു റോ മാത്രം ഉള്ളെങ്കിൽ നമ്മൾ അതിനെ എന്താ വിളിക്കുന്നത്? റോ മെട്രിക്സ് എന്നാണ് വിളിക്കുന്നത്. രണ്ടാമത് നോക്കിയാൽ 24/1 ആണ്. ഇവിടെ 24 റോയും ഒരു കോളവും. ഒരു കോളം ആണെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും? കോളം മെട്രിക്സ്. അപ്പൊ 1/24 എന്ന് പറഞ്ഞാൽ എന്താ? റോ മെട്രിക്സും 24/1 എന്ന് പറഞ്ഞാൽ അതൊരു കോളം മെട്രിക്സ് ആണ്. നമ്മൾ ആദ്യമേ പറഞ്ഞതാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. Construct a 2x2 matrix A equal to matrix Aij whose elements are given by Aij equal to I plus j the whole square by 2. ഇതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് 2x2 മെട്രിക്സ് ഫോം ചെയ്യാനാണ്. 2x2 മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? മെട്രിക്സ് എപ്പോഴും നമ്മൾ പേര് എടുക്കുമ്പോൾ ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിച്ചാണ് ഡിനോട്ട് ചെയ്യുന്നത്. ക്യാപിറ്റൽ A ഈക്വൽ ടു 2x2 മെട്രിക്സ് എന്ന് പറഞ്ഞാൽ 2 റോയും 2 കോളമുള്ള മെട്രിക്സ് ആണ്. ആദ്യത്തെ എലമെന്റ് നമ്മൾ എങ്ങനെ എഴുതും? A11 ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് കോളത്തിലെ എലമെന്റ്. അടുത്തതോ A12 ഫസ്റ്റ് റോയിലെ സെക്കൻഡ് കോളത്തിലെ എലമെന്റ്. 2 കോളമല്ലേ ഉള്ളൂ. 2x2 മെട്രിക്സ് ആ ഫോം ചെയ്യേണ്ടത്. 2 കോളമല്ലേ ഉള്ളൂ. അപ്പൊ അത് അവിടെ കഴിഞ്ഞു. ഈ രണ്ടാമത്തെ റോ A21 സെക്കൻഡ് റോയിലെ ഫസ്റ്റ് കോളത്തിലെ എലമെന്റ്. A22 സെക്കൻഡ് റോയിലെ സെക്കൻഡ് കോളത്തിലെ എലമെന്റ്. അപ്പം 2x2 മെട്രിക്സ് ആണ്. 2 റോയുമായി 2 കോളവുമായി. ഈ മെട്രിക്സ് ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? ഫോം ചെയ്യേണ്ടത്. 2x2 മെട്രിക്സ്. അതിന് ഇക്വേഷൻ ഒന്നിട്ടുണ്ട്. Aij എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞതാണ്. I എന്ന് പറഞ്ഞാൽ എന്താ? റോയെ ഡിനോട്ട് ചെയ്യുന്നു. J എന്ന് പറഞ്ഞാൽ കോളത്തെ ഡിനോട്ട് ചെയ്യുന്നു. അപ്പൊ Aij എന്ന് പറഞ്ഞാൽ എന്താ? I plus j ഹോൾ സ്ക്വയർ ബൈ 2. ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. നമ്മൾ ആദ്യം A11 ആണ് കണ്ടുപിടിക്കേണ്ടത്. ആദ്യത്തെ 1 എന്ന് പറഞ്ഞാൽ I-യും രണ്ടാമത്തെ 1 എന്ന് പറഞ്ഞാൽ J-യും. അപ്പൊ ആദ്യം A11 ഈക്വൽ ടു I-യും 1 ആണ്, J-യും 1 ആണ്. 1 plus 1 the whole square by 2. എത്ര കിട്ടും? 1 plus 1 എത്ര? 2. 2ന്റെ സ്ക്വയർ 4. 4/2 എത്ര? 2. ശരിയല്ലേ? ഫസ്റ്റ് എലമെന്റ് നമുക്ക് കിട്ടി എത്ര? 2. അടുത്തത് A12. ഇവിടെ I എത്ര? 1. J എത്ര? 2. അപ്പൊ I-ക്ക് 1 പ്ലസ് J-ക്ക് 2 the whole square by 2. 1 plus 2 3. 3യുടെ സ്ക്വയർ എത്ര? 9. 9/2. നമുക്ക് ഫസ്റ്റ് റോ കിട്ടി. A11 കിട്ടി, A12 കിട്ടി. അപ്പൊ നമ്മുടെ മെട്രിക്സ് A ഈക്വൽ ടു ഫസ്റ്റ് റോ എന്താ? 2 9/2. ഫസ്റ്റ് റോ കംപ്ലീറ്റ് ആയി. നമുക്ക് എന്താ വേണ്ടത്? സെക്കൻഡ് റോ A21 വേണം. A21 ഈക്വൽ ടു ഇവിടെ I എത്ര? 2 J1. I-ക്ക് പകരം 2 പ്ലസ് J-ക്ക് പകരം 1 the whole square by 2. 2 plus 1 3. 3 square 9. 9/2. അടുത്ത എലമെന്റ് A22 ഈക്വൽ ടു ഇവിടെ I-യും J-യും 2 തന്നെ. അപ്പൊ 2 പ്ലസ് 2 the whole square by 2. 2 plus 2 എത്ര? 4. 4ന്റെ സ്ക്വയർ 16. 16/2 എത്ര? 8. അപ്പൊ A22 എത്ര കിട്ടി? 8. അപ്പൊ സെക്കൻഡ് റോയും കിട്ടി എന്താ? 9/2 8. നമുക്ക് ഫോം ചെയ്യേണ്ട മെട്രിക്സ് ഏതായിരുന്നു? 2x2 മെട്രിക്സ് ആയിരുന്നു. ഫോം ചെയ്തില്ലേ? മനസ്സിലായോ? ഇത്രയും ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. Construct a 3x4 matrix whose elements are given by Aij equal to 2i minus j. നമുക്കൊരു 3x4 മെട്രിക്സ് ആണ് ഫോം ചെയ്യേണ്ടത്. ഏത് മെട്രിക്സാ? 3x4. 3x4 മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? 3 റോയും 4 കോളവും ഉള്ള മെട്രിക്സ്. അപ്പൊ നമുക്ക് ആദ്യം ആ മെട്രിക്സ് എഴുതാം. ക്യാപിറ്റൽ A ഈക്വൽ ടു നമുക്ക് ഇഷ്ടമുള്ള ലെറ്റർ കൊടുക്കും. ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കണമെന്നുള്ളൂ. ക്യാപിറ്റൽ A ഈക്വൽ ടു 3 കോളവും 4 റോയുള്ള മെട്രിക്സ് ആണ്.
ഫസ്റ്റ് എലമെന്റ് A11 ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് കോളത്തിലെ എലമെന്റ്. അടുത്തത് A12 ഫസ്റ്റ് റോയിലെ സെക്കൻഡ് കോളത്തിലെ എലമെന്റ്. അടുത്തത് A13 ഫസ്റ്റ് റോയിലെ തേർഡ് കോളത്തിലെ എലമെന്റ്. നമുക്ക് 3/4 മെട്രിക്സ് ആണ് ഫോം ചെയ്യേണ്ടത്. 3/4 എന്ന് പറഞ്ഞാൽ 3 റോ. അപ്പൊ 3 റോ ആയി ഫോം ചെയ്യണം. നമുക്കിവിടെ 3 റോയും 4 കോളം. നമുക്കിവിടെ 3 കോളയാണ്. അപ്പൊ ഒരു കോളം കൂടെ വേണം. A14. ഓക്കെ അല്ലേ? അടുത്ത സെക്കൻഡ് റോ A21 A22 A23 A24 സെക്കൻഡ് റോ. അടുത്തത് തേർഡ് റോ A31 A32 A33 A34. ഇപ്പൊ എന്തായി? 3 റോയും 4 കോളമുള്ള ഒരു മെട്രിക്സിന്റെ ജനറൽ ഫോം ആണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. അപ്പൊ 3 റോയും 4 കോളമുള്ള ഒരു മെട്രിക്സ് ആണ് നമ്മൾ എഴുതിയത്. ഇതാണ് നമുക്ക് ഫോം ചെയ്യേണ്ട മെട്രിക്സ് എന്ന് പറയുന്നത്. ഫോം ചെയ്യാനുള്ള ഇക്വേഷൻ എന്തുകൊണ്ട്? Aij = 2i - j. നമ്മൾ ആദ്യം A11 ആണ് കണ്ടുപിടിക്കുന്നത്. A11 = ഇവിടെ ഐയും ജെയും എത്ര? 1 തന്നെ. iക്ക് പകരം 1, jക്ക് പകരം 1. ഇക്വേഷന് കൊടുക്കുന്നു. 2 × i എത്ര? 1 ആ. 2 × 1 - j എത്ര? അതും 1 ആ. 2 × 1 എത്ര? 2. 2 - 1 1. നമുക്ക് A11 കിട്ടി 1. അടുത്ത എത്ര? A12 = ഇവിടെ i1 ഉം j2. 2 × iക്ക് പകരം 1, jക്ക് പകരം 2. 2 × 1 2. 2 - 2 0. A12 കിട്ടി. അടുത്തത് A13 = i1 j3. 2 × 1 - 3. 2 × 1 2. 2 - 3 എത്ര? -1. അടുത്തത് A14 ഇവിടെ i1 j4. 2 × 1 - 4. 2 × 1 2. 2 - 4 എത്ര? -2. നമുക്ക് ഫസ്റ്റ് റോ കംപ്ലീറ്റ് ആയി. നമുക്ക് അതന്നെ എഴുതാം. A ഫസ്റ്റ് റോ എന്താ? 1 0 -1 -2. കറക്റ്റ് അല്ലേ? നമുക്ക് സെക്കൻഡ് റോ ആദ്യത്തെ ഏതാ? A21 ഇവിടെ i എത്ര? 2 j1. അപ്പൊ iക്ക് പകരം 2 കൊടുക്കണം. 2 × iക്ക് പകരം 2 മൈനസ് jക്ക് പകരം 1 = 2 × 2 4. 4 - 1 3. കറക്റ്റ് അല്ലേ? അടുത്തത് A22 iയും 2 ആണ് jയും 2 ആണ്. അപ്പം 2 × 2 - 2. 2 × 2 4. 4 - 2 എത്ര? 2. അടുത്തത് A23 ഇവിടെ i എത്ര? 2. 2 × 2 - j എത്ര? 3. 2 × 2 4. 4 - 3 1. അടുത്തത് A24 = i2 j4. 2 × 2 - 4 = 2 × 2 4. 4 - 4 0. സെക്കൻഡ് റോ കംപ്ലീറ്റ് ആയില്ലേ? നമുക്ക് സെക്കൻഡ് റോ എഴുതാം. ഏതാ? A21 മുതലാണ് വന്നത്. A21 എത്ര? 3. 3 2 1 0. നമുക്ക് തേർഡ് റോ ആണ് വേണ്ടത്. തേർഡ് റോ ഫസ്റ്റ് എലമെന്റ് A31 ഇവിടെ i എത്ര? 3. j എത്ര? 1. 2 × 3 - 1 = 2 × 3 6. 6 - 1 5. അടുത്തത് A32 ഇവിടെ i3 യും j2. 2 × 3 - 2 = 2 × 3 6. 6 - 2 4. അടുത്തത് A33 ഇവിടെ iയും jയും എത്ര? 3 തന്നെയാണ്. സോ 2 × 3 - 3. 2 × 3 6. 6 - 3 3. അടുത്തത് A34 2 × i3 j4. 2 × 3 6. 6 - 4 2. ലാസ്റ്റ് റോയും കംപ്ലീറ്റ് ആയില്ലേ? അതങ്ങനെ എഴുതാം. ഫസ്റ്റ് എലമെന്റ് A31 എത്ര? 5. അടുത്തത് 4. നെക്സ്റ്റ് 3. അടുത്തത് 2. കംപ്ലീറ്റ് ആയില്ലേ?
ഇവിടെ എത്ര റോ ഉണ്ട്? 1 2 3. 3 റോയിൽ എത്ര റോ ഉണ്ട്? 1 2 3 4 കോളം. നമുക്ക് ഫോം ചെയ്യേണ്ടത് എന്തായിരുന്നു? 3/4 മെട്രിക്സ് ആയിരുന്നു. അതാണ് നമ്മൾ ഫോം ചെയ്ത്. ക്ലിയർ ആയോ? ഇവിടെ ശ്രദ്ധിക്കുന്നുണ്ടോ? ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? നമ്മൾ മെട്രിക്സിനെ കുറിച്ചാണ് പറഞ്ഞത്. എന്താണ് മെട്രിക്സ് എന്ന് പറഞ്ഞു, മെട്രിക്സിന്റെ ഓർഡർ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞു, മെട്രിക്സിന്റെ ജനറൽ ഫോം പറഞ്ഞു. അത് വെച്ചുള്ള 2-3 ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു. ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇത് ഫുള്ള് നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. നെക്സ്റ്റ് ക്ലാസ്സിൽ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ.